അതിപുരാതനമായ ആചാര സമ്പന്നത കൊണ്ടും അതീവ പ്രാധാന്യത്തോടെ ആചരിച്ചു വരുന്ന ആചാര മഹിമ കൊണ്ടും കീർത്തികേട്ട പുണ്യഭൂമി ഇത് പാരിപ്പള്ളി ശ്രീ കൊടിമൂട്ടിൽ ദേവി ക്ഷേത്രം. കൊടിമൂട്ടിൽ അമ്മയുടെ പരിപാവനമായ പുണ്യഭൂമിയിലേക്ക് പട്ടത്താനം കേശവന്റെ കയ്യും പിടിച്ചു കടന്നു വന്ന പാരിപ്പള്ളിയിലെ ആദ്യത്തെ ആനപ്രേമി സംഘം കൊല്ലത്തിന്റെ അഭിമാനമായിരുന്ന കൊടുമൺ ദീപുവിനെയും കേരളക്കര അടക്കി വാഴുന്ന ഒരേ ഒരു പെരുമാൾ പാമ്പാടി രാജുനെയും ആണത്തത്തിന്റെ ആൺകുട്ടി തെച്ചിക്കോട്ടുകാവ് ദേവിദാസനെയും ഗജശ്രീ ചൈത്രം അച്ചുവിനെയും അഴകിന്റെ മഴവിൽക്കാവടി ഈരാറ്റുപേട്ട അയ്യപ്പനെയും ആദ്യമായി കൊടിമൂട്ടിൽ അമ്മയുടെ മണ്ണിലേക്ക് കൊണ്ടുവന്ന കൂട്ടായ്മ. സിരകളിൽ നിറയുന്ന ആനക്കമ്പം കൊണ്ടാവോളം ചരിത്രം പാരിപ്പള്ളിയിൽ രചിച്ച കൂട്ടായ്മ. അതെ, പിന്നാലെ വന്നവർ പേടിച്ചു പിന്മാറിയാലും എങ്ങോട്ടോടി ഒളിച്ചാലും 10ാം ഉത്സവത്തിന് സൂര്യൻ ഉദിക്കുമ്പോൾ ഞങ്ങളുണ്ടാകും ഇവിടെ. കൊടിമൂട്ടിൽ ആനപ്രേമി സംഘം. അതെ, വെറുതെ അങ്ങ് വെല്ലുവിളിക്കാൻ വന്നവർ ഏത് കമ്മട്ടം കൊണ്ട് തുലാഭാരം നടത്തിയാലും ശരി, അതൊന്നും കൊടിമൂട്ടിൽ അമ്മയുടെ ഈ ദാസന്മാർക്ക് വിഷയമേ അല്ലെന്ന് തെളിയിച്ചുകൊണ്ട് പൊന്നും വില കൊടുത്ത് സാക്ഷാൽ തൃക്കടവൂർ ശിവരാജുവിനെ കൊടിമൂട്ടിൽ അമ്മയുടെ മുന്നിൽ എത്തിച്ച കൊടിമൂട്ടിൽ ആനപ്രേമി സംഘം ഇതാ. അതെ, കൊടിമൂട്ടിൽ ആനപ്രേമി സംഘത്തിന്റെ കൈയും പിടിച്ചുകൊണ്ട് പാരിപ്പള്ളിയുടെ ദേശീയോത്സവം കൂടുവാൻ വന്നു ചേരുകയാണ് കൂട്ടരെ. അവൻ ആരെന്നാൽ ഇവൻ ആവേശത്തിന് ആകാരം കൊണ്ട് ഉത്തരം കൊടുത്ത വീരനായകൻ. ആണുങ്ങളിൽ ആണുങ്ങൾ വാഴുന്ന ആനക്കോട്ടയത്തിന്റെ മണ്ണിൽ ആവേശത്തിന്റെ സിംഹാസനം തീർത്തവൻ. ആരെയും ഭയക്കാത്ത രീതിയും ആരോടും വിജയിച്ച ശൈലിയും കൊണ്ട് ആന കേരളത്തിൽ താരമായ ആൺപിറപ്പ്. അതെ, തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാൻ, തെക്കൻ തട്ടകത്തിൽ തന്റേതായ ചരിത്രം കുറിച്ചു നിൽക്കുവാൻ കൊടിമൂട്ടിൽ ആനപ്രേമി സംഘത്തിന്റെ കൈയും പിടിച്ചുകൊണ്ട് പാരിപ്പള്ളിയുടെ വീര്യമാറിലേക്ക് കടന്നു വരികയാണവൻ. അടരാടാൻ ഉറച്ചു വന്നാൽ, ആവേശം അലങ്കാരമാക്കി നിന്നാൽ ഒരു വീരനും തനിക്ക് ഇര പോരെന്ന് തെളിയിച്ച കേശവൻ.